വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ തിരുവചനങ്ങൾ. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവനു പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച്, അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റേതുപോലെ. അവൻ്റെ വലത്ത് കയ്യിൽ 7 നക്ഷത്രങ്ങൾ. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, വീണ്ടും ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ തമ്പുരാനെ, ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും നിയോഗങ്ങളെ, തമ്പുരാൻ്റെ മക്കളുടെ ദൈവികമായ ആവശ്യങ്ങളെ എല്ലാം ഇതായി നിമിഷം ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് 7 വിളക്കി നടുവിൽ ശോഭ പൂർണ്ണനാ, മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ, ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ സാന്നിധ്യം സഭയുടെ നടുവിൽ പോലെ എൻ്റെ ജീവിതത്തിൻ്റെയും നടുവിൽ ഈശോ സന്നിഹിതനാണ്. അവൻ തന്നെയാണ് വെളിച്ചത്തിൻ്റെ ഉറവിടം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനം. ഈ വാക്യം ബൈബിളിൽ ദൈവം തന്നെയാണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്. ദൈവം രോഗങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും ജീവിതത്തിലെ മാനസിക ആത്മീയ മുറിവുകളിൽ നിന്നും നമ്മെ സുഖപ്പെടുത്തുന്നവനാണ്. മനുഷ്യരെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും ദൈവം പുതുക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മുടെ പരിപൂർണ ചികിത്സകനും രക്ഷകനുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞത്, എനിക്ക് വിധേയരായി എൻ്റെ വചനത്തിൽ നടക്കുമ്പോൾ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തും, നിങ്ങളെ സംരക്ഷിക്കുമെന്നതാണ്. ദൈവജനമേ, എത്ര വലിയ രോഗമോ പ്രശ്നമോ വന്നാലും ദൈവം നമ്മെ വിട്ടുകളയുകയില്ല. അവൻ തന്നെയാണ് നമ്മുടെ മഹാവൈദ്യനും. ആകയാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലെ 12-ാം തിരുവചനം. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം. അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി തീർന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മനുഷ്യൻ്റെ പാപത്തിനുള്ള പരിപൂർണ പ്രായശ്ചിത്തമാകുന്നു. മുറിവുകൾ എന്ന് പറയുന്നത് ഈശോ സഹിച്ച വേദനയും ക്രൂശിലെ ബലിയും സൂചിപ്പിക്കുന്നു.
ആ വേദനയും ത്യാഗവും മൂലം മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചിതനായി ദൈവത്തോടുള്ള സമാധാനം നേടിയിരിക്കുന്നു. ഇവിടെ പറയുന്ന സൗഖ്യം ശരീരം സുഖമെന്നതിലുപരി ആത്മീയ സൗഖ്യം, പാപങ്ങളിൽ നിന്ന് മോചനം, പുതിയ ജീവിതം. ആകയാൽ ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ വേദനിച്ചു. അവൻ്റെ മുറിവുകൾ എൻ്റെ നിരാശയ്ക്കും വേദനയ്ക്കും സൗഖ്യം തരുന്നു. എൻ്റെ പഴയ പാപങ്ങളും പിഴവുകളും അവൻ എടുത്തു നീക്കി. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലെ 17-ാമത്തെ തിരുവചനം, അതിനാൽ ആരെങ്കിലും ക്രിസ്തുവിലായിരിക്കുകയാണെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയവ കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം ഇതാ നമ്മോട് കൂടെയായിരിക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് തമ്പുരാൻ്റെ മക്കളുടെ ദൈവികമായ ആവശ്യങ്ങളെയും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രോഗികളായി കഴിയുന്ന മക്കളെയും, നിരാശരകപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെയും, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന മക്കളെയും, വിവാഹപ്രായമായിട്ട് വിവാഹം ഒന്നും നടക്കാതെ വളരെയേറെ ക്ലേശത്തിലൂടെ നടക്കുന്ന മക്കളെയും, ഏറെ പഠിച്ചിട്ടും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളെയും എല്ലാം തമ്പുരാൻ്റെ തിരുമുമ്പാകെ നമുക്ക് കാഴ്ചവെക്കാം. ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ആരാധനയിൽ തമ്പുരാൻ്റെ മക്കളിലേക്ക് എഴുന്നള്ളി വരുന്ന ദൈവം ഇതാ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, ആ വലിയ അനുഗ്രഹം, ആ സ്നേഹം, സമാധാനം, സന്തോഷം എന്ന് മക്കളുടെ കുടുംബങ്ങൾ നിറഞ്ഞ് കവിയുവാൻ മക്കളിലേക്ക് ഈശോ നിമിഷം എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. കൃപ, 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 കൃപ. നിറയട്ടെ, 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 നിറയട്ടെ. ഈശോ നിറയട്ടെ, 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 നിറയട്ടെ. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ. ആരാധന, 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 ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ തമ്പുരാനെ സമർപ്പിക്കുന്നു. കിഡ്നി രോഗത്താൽ പ്രയാസപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ വചന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈശോ എല്ലാ വൈദികരെയും സമർപ്പിക്കുന്നു, സമർപ്പിതരെ സമർപ്പിക്കുന്നു. ഈശോ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് നിമിഷം എഴുന്നള്ളി വരണമേ. ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആവശ്യങ്ങളിലേക്ക് നിമിഷം എഴുന്നള്ളി വരണമേ. ആരാധന, 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 ആരാധന. ആത്മാവെ നിറയട്ടെ, 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 നിറയട്ടെ. ഈശോ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവെ നിറയട്ടെ, നിറയട്ടെ. ആരാധന, ആരാധന. ഈശോ നിറയട്ടെ, 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 നിറയട്ടെ. ആരാധന, ആരാധന, ആരാധന. ആത്മാവെ നിറയട്ടെ, 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 നിറയട്ടെ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിലെ 16-ാമത്തെ തിരുവചനം. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന. അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടത്തേക്കുള്ളതാണ്. ആമേൻ, ആമേൻ, ആമേൻ.